ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. അതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ പകുതി അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഏലക്കായ പൊടിച്ചതും ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യിൽ വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയാവും. കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ഡവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ആട്ടപ്പൊടിക്ക് പകരം മൈദപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കണം എന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഉപ്പും ഓയിലൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തൊടുന്ന സമയത്ത് പൊള്ളാത്തൊരു ചൂടുണ്ടാവില്ലേ, ആ ഒരു ചൂടിന് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ബോൾ എടുത്തിട്ട് നമുക്ക് പരത്തിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ബോളിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരുപാട് കട്ടിയിൽ ചെയ്തെടുക്കണ്ട കേട്ടോ. കാരണം അല്ലാതെ ഒരുവിധം സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതൊന്നും പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. പരത്തിയെടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ സെൻട്രൽ പോർഷനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം കൈവിരൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് നിങ്ങൾ പ്രസ്സാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ അങ്ങ് ഒട്ടി കിട്ടിക്കോളും. പിന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കിയെടുക്കുന്ന സമയത്ത് കാണാനൊരു ഭംഗി ഉണ്ടാവും. നല്ല രീതിയിൽ ഒട്ടി കിട്ടാൻ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. നല്ല രീതിയിൽ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു സൈഡ് ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്സാണിത്. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ട്രൈ ചെയ്തതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്